ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. ഇപ്പൊ ഒരു അച്ഛൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരിക്കലും ഒരു കാര്യത്തിന് അവര് കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ, ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ ഇത്രയും വലിയ കേസുണ്ട്, അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇതിന്റെ കാര്യം ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. സ്ഥലത്താണ് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ, എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ സംബന്ധമായെന്ന് രേണുസുതിയെ പറ്റി അല്ല കേട്ടോ പറയുന്നത്. ഇത് കിച്ചും ബിഷപ്പും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുതിയുടെ വീഡിയോസ് അങ്ങനെ എടുക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് തന്നെ ഇരുന്നാണ്. കാര്യം അവർക്ക് സുഖമില്ലാതിരിക്കുന്നു, അവരെ ഇനി ഒന്നും പറയാനില്ല എടുക്കില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരാറുണ്ട്. അന്നേരമാണ് അതൊക്കെ എടുത്ത് നമ്മൾ പറയുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നാത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ഒരു സംശയം പറയണം, ബിഗ് ബോസിലേക്ക് കിച്ചു പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതലാണ് കിച്ചുവിന് അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന്. ഇതുവരെ കറക്റ്റ് ആയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതലാണ് ഈ കിച്ചുവിന് ഇതുപോലിട്ട് കുറിച്ച് കയറ്റുന്നത് ഭയങ്കരമായിട്ട്. പക്ഷേ അതിന് ഈ വിഷപ്പും കൂടെ കൂട്ടി നിൽക്കുന്നതെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരുപാട് വിഷമം തോന്നി. കാര്യം അദ്ദേഹം ഒരു വൈദികനല്ലേ. ഓരോ അച്ഛന്മാരൊക്കെ എത്ര ഇതായിട്ടാണെന്നറിയാം. ഓരോരുത്തരൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് ഓരോരുത്തർ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അച്ഛൻ എത്ര സൗമ്യമായിട്ടാണെന്നറിയാം അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എത്ര സിമ്പിളായിട്ടാണ് അച്ഛനൊക്കെ അത് പറഞ്ഞ് ഒന്നിപ്പിച്ച് വിടുന്നതെന്നറിയാം. പക്ഷേ ഇത് എനിക്കറിയാൻ വലുത് എന്നതിനാണ് ഇങ്ങനെ നടന്നത്. ഒരു സമയത്ത് രേണുവായിരുന്നു. രേണു ബിഗ് ബോസിൽ പോകുന്ന ആ സമയത്തൊക്കെ എന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ മീഡിയ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. തന്നെയല്ല ആ സമയത്ത് എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചേച്ച് നിങ്ങൾ കണ്ടില്ലേ രേണു അങ്ങനെ കാണിച്ചു, നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ കണ്ടില്ലേ ഈ വീഡിയോ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും നിരന്തരമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു ബിഷപ്പാണത്. അദ്ദേഹം അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെ കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക, എനിക്ക് വിഷമം വരുന്നു, നിങ്ങൾ കണ്ടില്ലേ സഹോദര സഹോദരി എന്നും പറഞ്ഞിട്ട് ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിരുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാ വീഡിയോസും ഇദ്ദേഹം കാണുന്നുണ്ട്. ഇദ്ദേഹം കാണുന്നില്ല എന്നൊന്നും പറയട്ടെ, എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. അല്ലെ പിന്നെ രേണുവിൻ്റെ ആ വീഡിയോ ഒക്കെ കണ്ടിച്ച് നിങ്ങളത് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുകയല്ലോ. അങ്ങനെ ചെയ്യിപ്പിച്ച ആ സമയത്തെല്ലാം ഒരു വൈദികനാണല്ലോ, ഈ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പറയാൻ പാടില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. അന്ന് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്ത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. ഇദ്ദേഹം ആ സ്ഥലം കൊടുത്തു. ഇദ്ദേഹം പറയുന്നത് തന്നെ രേണുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ലായിരുന്നു. ഫിറോസ് വെച്ചുകൊടുത്ത വീടിൻ്റെ പേരിലായിരുന്നു പ്രശ്നം തുടങ്ങിയത്. ഇദ്ദേഹം അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ആ വസ്തു കൊടുത്തതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ സ്ഥലത്തെ പറ്റിയോ ഒന്നും രേണു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ആ വീടിനെ പറ്റി രേണു കംപ്ലൈൻറ്റ് പറഞ്ഞു, അത് കറക്റ്റാണ്. പക്ഷേ അത് ഇദ്ദേഹം കൂടി ഏറ്റെടുത്ത് രേണുവിനെതിരെ വിമർശനം വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് സോഷ്യൽ മീഡിയയിട്ട് വന്നപ്പോൾ രേണു ഇദ്ദേഹത്തെ വിമർശിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ പല പ്രശ്നങ്ങളുമായി തുടങ്ങി. ആ സമയത്ത് സജിനയാണ് ഏറ്റവും കൂടുതൽ രേണുവിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം സജിന ഭയങ്കര സപ്പോർട്ടായിരുന്നു. രേണുവിൻ്റെ ഭാഗത്ത് ശരിയോ തെറ്റോ ഒന്നും നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. സജിന രേണുവിനൊപ്പമായിരുന്നു. അത് നമുക്ക് സജിന തന്നെയല്ല ശ്രീതു അതെയായിരുന്നു. അവർ രണ്ടുപേരും വേണം. അങ്ങനെയാണ് ഈ സജിനയ്ക്ക് കേസ് പോലും വന്നത്. ഈ അച്ഛൻ കൊണ്ട് കേസ് കൊടുത്ത് സജിനയ്ക്ക് കേസ് പോലും വന്നത് സജിന മോശമായിട്ട് പറഞ്ഞെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ നിന്ന് എല്ലാ റിയാക്ഷൻ മീഡിയക്കാരും ഇപ്പം ഈ അച്ഛൻ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അന്ന് രേണുവിന് എതിരെ പ്രശ്നമുണ്ടാക്കുക അല്ലെങ്കിൽ രേണു എന്നെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ ഈ അച്ഛൻ ഇപ്പം എല്ലാ റിയാക്ഷൻ മീഡിയക്കാരും ബ്ലോക്ക് ചെയ്തേക്കുമെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്കത് വിട്ടുകളയാം. അവർക്ക് അസുഖമായി, അദ്ദേഹം അവരെ പോയി കണ്ടു, അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സായിട്ട് എല്ലാവരും കണ്ടുള്ളൂ. കാര്യം അവർക്ക് ആ ഒരു പ്രശ്നം വന്നപ്പം അതുവരെയുള്ള ഇദ്ദേഹത്തെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് രേണു, ഇല്ലെന്നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആ ഒരു മനുഷ്യൻ അത്ര ഇതെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി അവരവിടെ വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടാണെന്നും അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയതും അവരായിട്ട് സഹകരിക്കുന്നതും ഒക്കെ ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഞാനത് കൊടുക്കുന്നുണ്ട്. അതിന് ആദ്യമേ പറയുന്നുണ്ട്. അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവരെന്ന് വിളിച്ചതെന്നും ഇവർ വന്ന് പറഞ്ഞതെന്നും ഇവർ ക്ഷമ പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ കുഴപ്പമില്ല. അതൊന്നും ആരും റിയാക്ട് ചെയ്യാൻ വരുന്നില്ല. അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ ഈ കിച്ചു എന്നാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം തന്നെ പറഞ്ഞു, അച്ഛൻ പറയുന്നുണ്ട്, കിച്ചു അവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്രമിച്ചു, അവരുടെ വീട്ടിൽ ചെന്ന് ആക്രമിച്ചു. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ കിച്ചു അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രേണു അല്ലേ സാധനം. അവിടെ ചെന്ന് കിച്ചു ഒരു വിഷയം ഉണ്ടാക്കി. രേണുവിന് അത് നല്ലൊരു കണ്ടന്റ് തന്നെയാണ്. രേണു എടുത്ത് അത് പുറത്തോട്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വീണ് കിട്ടിയാൽ രേണു ശരിക്കും എടുത്ത് റിയാക്ട് ചെയ്യും. കിച്ചു റിയാക്ട് ചെയ്തത് എന്നത്തിനാണ്? കിച്ചുവിന് എന്തോരം മോശമായിട്ട് എല്ലാവരും പറഞ്ഞു കിച്ചു കാണാൻ പോകുന്നില്ല, എടുക്കാൻ പോകുന്നില്ല എന്നൊക്കെ. സ്വന്തം അമ്മയായിരുന്നെങ്കിൽ കിച്ചുവിനെ വലിച്ചു കീറാനിട്ട് കൊടുക്കുകയില്ലായിരുന്നു, ഒരിക്കലും കൊടുക്കുകയില്ല. എല്ലാ അമ്മമാരും അവരവരുടെ മക്കളൊരു തെറ്റ് ചെയ്താൽ രേണു ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, സ്വന്തം മകൻ ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ പറയുകയും അവനെ അപമാനിക്കുകയും ചെയ്യുന്നതല്ല. എൻ്റെ അമ്മ അങ്ങനെയല്ല, അതുകൊണ്ട് ഞാനും അങ്ങനെയല്ല, എൻ്റെ മകനെ ഞാൻ അപമാനിക്കത്തില്ല എന്ന് ഒരിക്കൽ പറഞ്ഞായിരുന്നു എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത്.
അത് ഈ കിച്ചുവിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. പക്ഷേങ്കിൽ അതെല്ലാം തകിടം മറിച്ചാണ് പറയുന്നത്. കിച്ചു വന്ന് അങ്ങനെ ഒരു കാര്യം രേണു ഇത്ര വയലൻ്റ് ആയ കാര്യം തന്നെയാണ്. തന്നെയല്ല, രേണു കണ്ട വീഡിയോയും അല്ലത്. രേണുവിൻ്റെ വീട്ടുകാർ രേണുവിനെ എടുത്ത് കാണിച്ചതാണ്. രേണു തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരും പറഞ്ഞില്ല. ആ വീട്ടുകാരുടെ ഒരു അസുഖം നോക്കിക്കോണേ. ആ വീഡിയോ എടുത്ത് സുഖമില്ലാത്തൊരു വ്യക്തി എടുത്ത് കാണിച്ച് അതിനെതിരെ റിയാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥയും അവരുടെ മൈൻഡും എന്നാന്നുള്ളത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കാര്യം അങ്ങനെ ഒരു വിഷയം കിച്ചു ഇട്ടെങ്കിൽ തന്നെ അവർക്ക് കിച്ചുവിനെ വിളിച്ചേച്ച് പറയാം, ഇത്രയും അമ്മയ്ക്ക് വയ്യായിരിക്കുന്ന സമയത്ത് നീ പണി കാണിക്കല്ലോ. പിന്നെ രേണു കാണിച്ച നല്ല കാര്യമാണോ? കിച്ചുവിനെതിരെ ആര് വീഡിയോ ചെയ്താലും അതെടുത്ത് രേണുവിൻ്റെ അക്കൗണ്ടിലോട്ട് ഇടും. അതെന്തിനാണ് അങ്ങനെ കാണിക്കുന്നത്? കിച്ചുവിനെതിരെ കിച്ചുവിനെതിരെ ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും എടുത്ത് കിച്ചു റിയാക്ട് ചെയ്യാൻ വരുന്നില്ലല്ലോ. അതൊക്കെ അവരുടെ ഇഷ്ടം, അവർ പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡ് കിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് രേണു എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ട് ഒന്നും കൂടെ അത് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് കിച്ചു എതിർത്തത്. അന്നേരമാണ് കിച്ചു വന്ന് പറയുന്നത്. ഇതിനെല്ലാം തുടക്കം ഇട്ടേക്കുന്നത് രേണു തന്നെയാണ്, വേറെ കിച്ചു അല്ല ഒരിക്കലും. പിന്നെ കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലാണെന്നും കൂടെ ഈ അച്ഛനൊന്ന് മനസ്സിലാക്കണം. അവന് 10-25 വയസ്സോ 30 വയസ്സുള്ള സമയത്താണ് കാര്യങ്ങളല്ല ഇത്. അവന് വളരെ ചെറു പ്രായത്തിൽ അവൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം, അവന് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അല്ലാതെ രഹസ്യ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ പിന്നെയും ഭീഷണിപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഈ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ട് നോക്കുക. ഈ ഒരു വോയിസ് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പലരും ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഇവരിത് അച്ഛനോട് ചോദിച്ചേക്കുന്നത്. ഞാനിതിൽ പല ചോദ്യങ്ങളും ചോദിക്കാൻ ഉദ്ദേശിച്ചാണ്. അവർക്ക് കൊണ്ടൊരു മകന് ആ ഒരു വിഷമത്തിലാണ് അവർ ചോദിച്ചേക്കുന്നത്. എന്നാണ് ഈ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതെനിക്ക് അൽത്തു വ്ളോഗ്സ് നിന്ന് കിട്ടിയ ഒരു വോയിസാണ് കേട്ടോ. അതിനകത്ത് വന്നാണ് ഒരു അമ്മയാണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത്, ഈ ബിഷപ്പിനോട് വിളിച്ച് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കൊന്ന് കേട്ടതിന് ശേഷം വരാം. അച്ഛോ എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരെ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് പ്രിയ എന്നാണ്. അച്ഛോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല. എവിടുന്നാ വിളിക്കുന്നത്? എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛോ അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി? ഇപ്പൊ ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോട് ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കട്ടെ. അച്ഛൻ ഞാൻ ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെ പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗ് നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്റർ എവിടെ നിന്ന് പോലും അറിയത്തില്ല. ഒരു പരിചയം ഒരാളെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛൻ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ അത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ. എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്. അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൂടെ രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവന്റേതായ തൊഴിൽ നോക്കി ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവർ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പറയത്തില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെ സിസ്റ്റർ എന്നെ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മ അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കിൽ അമ്മ അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. അല്ലേ? തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ
പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ക്യാൻസറിന് അച്ഛ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അച്ഛോ അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോൾ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. ഇവ ഒരു അച്ഛൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവര് കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്നു അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കുക. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തിൽ അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാൾ വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. അച്ഛൻ വന്ന് ഞങ്ങൾ ഉപദേശിക്കണം. അച്ഛൻ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അച്ഛൻ അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛൻ രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുവരെ അച്ഛനെ ഇനി ഒരു അത്ഭുതമുള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം അങ്ങനെ ഞാൻ പറയും. പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാൾ വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. അച്ഛൻ വന്ന് ഞങ്ങൾ ഉപദേശിക്കണം. അച്ഛൻ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾ ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കൊണ്ട് അച്ഛൻ രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളല്ല ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസ് ഉണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇതിന്റെ ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. സ്ഥലത്താണ് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛൻ ഇനി എന്തെങ്കിലും ആവട്ടെ എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോൻ ഇട്ട് കൊടുക്കരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി. ഞാൻ എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ദേഷ്യം തോന്നില്ലേ കേൾക്കുമ്പോഴത്തേക്ക്? അച്ഛൻ പറയുന്ന കാര്യം എന്നതാ അവരുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. സോഷ്യൽ മീഡിയ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അച്ഛൻ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങൾ മൊത്തം അച്ഛൻ കാണുന്നുണ്ട്. അച്ഛനെ ആരാണ് എപ്പോഴാണ് വലിച്ചു കയറിയെന്ന് അച്ഛൻ പറ. അച്ഛനെ ആരും വലിച്ചു കയറാൻ വന്നിട്ട് രേണുവിൻ്റെ വീട്ടിൽ അച്ഛൻ പോയി അവിടെ പ്രാർത്ഥിക്കെടുക്കുകയും ചെയ്തപ്പോൾ ആരും ഒന്നും പറയാൻ വന്നിട്ടില്ല. കാര്യം രേണു എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീഡിയോസ് ആരും എടുക്കുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് വ്ളോഗേഴ്സ് അങ്ങോട്ട് എടുത്ത് വെച്ച് അതിന് സപ്പോർട്ട് ചെയ്തു. കാര്യം അത്രയും പ്രശ്നം ഉണ്ടായിട്ടും അച്ഛൻ അവിടെ ചെന്ന് അവരെ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു. അവർക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കാനും ഒക്കെ തോന്നിയില്ല. അത്രയും അച്ഛന് ക്ഷമിക്കാൻ മനസ്സ് വന്നല്ലോ എന്നും പറഞ്ഞ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അച്ഛനെതിരെ ആരും ഒരു അക്ഷരം പറഞ്ഞില്ല. അച്ഛനെതിരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി എപ്പോഴാണ്? അച്ഛൻ ഫസ്റ്റ് മറ്റേവർക്കാന്ന് തോന്നുന്നു, മിനിസ്റ്റർ വണ്ണാന്ന് തോന്നുന്നു, അത് അവർക്കങ്ങനെ തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അച്ഛൻ എന്നതൊക്കെയാണ് അതിനകത്ത് വിളിച്ച് പറഞ്ഞത്. അച്ഛൻ എന്നതാണ് അച്ഛനങ്ങ് വയലൻ്റ് ആവുകയാണ് അത് പറയുമ്പോഴത്തേക്ക്. ഏതാണ്ട് അച്ഛൻ്റെ വീട് കയറി ആക്രമിച്ച മാതിരി അച്ഛൻ്റെ വർത്താനം കേട്ടാൽ അതുപോലെയാണ് കൊച്ചിനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് നടന്ന കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന കാര്യമൊന്നുമില്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാതെ കിച്ചു അല്ല അത് ആദ്യമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തത്. കിച്ചു ആ വീഡിയോ വന്നപ്പോൾ അതിനെതിരെ രേണുവിൻ്റെ അടുത്ത് ഒരു വീഡിയോയിലൂടെ അല്ല പ്രതികരിച്ചത്. ഒരു വീഡിയോയുടെ പ്രതികരിക്കാതെ കിച്ചു നേരിട്ട് മെസ്സേജ് അയക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അത്യാവശ്യം വരുമാനം കിട്ടുന്നില്ലേ? ബിഗ് ബോസിൽ നിന്ന് വന്നൊരു വ്യക്തിയല്ലേ, ഒത്തിരി ഇനാഗ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിച്ചിട്ട് ആ കൊച്ച് രഹസ്യമായിട്ടല്ലേ രേണുവിന് മെസ്സേജ് ഇട്ടെ. ആ സമയത്ത് രേണുവിനോട് ഓരോരുത്തർ ചോദിക്കുന്നത് കിച്ചു ഇതിനെതിരെ ഒന്നും പറയും. കിച്ചു ഒന്നും പറയുന്നില്ല. അവൻ അമ്മയ്ക്ക് സപ്പോർട്ടാണ്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്തോളാനാണ് അവൻ പറയുന്നത് എന്നാണ് അന്ന് രേണു പറഞ്ഞത്. അന്നേരം പോലും കിച്ചു വന്നിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്കിത് ഇഷ്ടമല്ല എന്ന്. സോഷ്യൽ മീഡിയയിൽ കിച്ചുവിൻ്റെ ചാനലിലൂടെ പോലും കിച്ചു അങ്ങനെ ഒരു കാര്യം പറയാൻ വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അവരെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്ത സമൂഹത്തിൽ. കുറേ പേര് പറയുന്ന കാര്യമാണ്, എന്തിനാണ് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത്? അവനെ വലിച്ചു കീറിയപ്പോഴാണ് അവൻ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തത്. കാര്യം അവനൊരു മനുഷ്യനില്ലേ,
അതിനും എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ അതിനും പുറത്തോട്ട് പറയണ്ടേ. ഒന്നും മിണ്ടാതിരിക്കുന്നതോറും കുറേ എണ്ണങ്ങൾ കൂട്ടമായിട്ട് കിടന്ന് ഇങ്ങനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്ത തെറ്റ് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുത്തത്. ആ വീട്ടിൽ എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് അവനവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ പോയിട്ടില്ല. അവൻ അവിടെ അധികപ്പറ്റാൻ തോന്നി, അവൻ്റെ ആവശ്യം ആ വീട്ടിൽ ഇല്ലാന്ന് തോന്നിയപ്പം അവനൊന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. പിന്നെ വല്ലപ്പോഴും അവൻ ചെന്ന് ഋതപ്പനെ ഒന്ന് കാണും, ഋതപ്പനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് വല്ലപ്പോഴും ചെല്ലുന്ന ഋതപ്പനെ ഒന്ന് കാണുന്നു, ഋതപ്പന് വേണ്ടത് മേടിച്ചു കൊടുക്കുന്നു. ആ ഋതപ്പൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയായിട്ട് നമ്മൾ ഇരിക്കുന്ന കണ്ടിട്ടുള്ളത് കിച്ചുവിൻ്റെ കൂടാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഒരാളോ രണ്ടുപേരോ പറയുന്ന കാര്യങ്ങളല്ല. ഏറ്റവും കൂടുതൽ എന്നിട്ട് രേണു പറഞ്ഞു തന്നെയാണ്, ഒരു സാധനം ഒരു മുട്ടായി പോലും ഋതപ്പന് നിനക്ക് ഇത്രയും ഈ വരുമാനം എന്ന് പറഞ്ഞ സംഭവമാണ് എല്ലായിടത്തും പ്രശ്നം. ഇപ്പം എന്തൊക്കെയോ ഈ ബിഷപ്പിനെ പറഞ്ഞ് അവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെയോ കാണിച്ചും എടുത്തും അദ്ദേഹത്തെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. ബിഷപ്പിനെതിരെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആൾക്കാർ തന്നെ ഇടുന്ന നെഗറ്റീവ് ആയിരിക്കും, അല്ലാതെ വേറെ ആരും ഇടുന്ന നെഗറ്റീവ് അല്ല. പിന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ തകർക്കുക. കിച്ചു ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. കിച്ചു രക്ഷപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ രക്ഷപ്പെട്ട് കിട്ടുന്നത് മൊത്തം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കിച്ചു രക്ഷപ്പെടുന്നതിന് അവർക്ക് യാതൊരു പ്രശ്നമില്ല. കിച്ചു രക്ഷപ്പെട്ടോട്ടെ, അവർക്ക് കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്ന മൊത്തം ഒരേപോലെ എടുക്കാതെ ഇവിടോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്തോഷമാണ്. ഇതൊക്കെ പൊട്ടന്മാരല്ല, മലയാളികൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് വന്ന് അവിടെ ഇവിടെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് തെളിവ് സഹിതം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിന് അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇവർ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാടെ വായിന്ന് വെളിയിൽ പോയൊരു കാര്യമാണ്. ഒരു കൊച്ചു പയ്യൻ, അപ്പനും ഇല്ല അമ്മയും ഇല്ല, അവൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ 6 മണി കൈ നീട്ടാതെ അവൻ ജീവിക്കുന്നു. ഇവർ ഇട്ടുകൊടുത്തെന്ന് പറയുന്നത് ഇവർക്കൊരു നല്ലൊരു തുക ഇവരുടെ കൈ കിട്ടിയത് ഈ ബിഷപ്പിനും അറിയാവുന്ന കാര്യമാണത്. അദ്ദേഹം അത് പല യൂട്യൂബേഴ്സിനോട് പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു അവകാശത്തിലാണ് അവന് പലതും പൈസ അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവകാശത്തോടു കൂടി ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കേൾക്കാം. ഇന്നൊരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു 1.5 ഇൻ്റർവ്യൂ തന്നെയാണ് കേട്ടോ. മറ്റേതിൽ നിന്നും വലിയ കുറവായിട്ടൊന്നുമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തുള്ളൂ, കിച്ചനെ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ. അതിന് രേണുവിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പോയതും എടുത്തതുമല്ല. രേണുവിനെ ശത്രുക്കളാക്കിയത് റിയാക്ഷൻ വീഡിയോക്കാരെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. രേണുവിനെ ശത്രുവാക്കിയത് നിങ്ങൾ തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഫിറോസും രേണുവും തമ്മിലുള്ള വിഷയത്തിലേക്ക് ഇടയ്ക്കോട്ട് കയറി നിന്ന് ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ് രേണു നിങ്ങളെ വാരി എടുത്തിട്ട് അലക്കാനുള്ള കാരണം. അല്ലാതെ ഒരു റിയാക്ഷൻ മീഡിയക്കാർ രേണുവിൻ്റെ ഇത്രയും ശത്രുവായത് ഒരു വൈദികരെ മോശമായിട്ട് സംസാരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് രേണുവായിട്ട് റിയാക്ഷൻ മീഡിയക്കാർ ഇത്രയും ശത്രുവാകാൻ കാരണം. എല്ലാം കൊണ്ടുവന്ന് റിയാക്ഷൻ മീഡിയക്കാർ നല്ലലോട്ടം ഇടാതെ കുറച്ചൊക്കെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുക, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. കൊല്ലം സുധിര 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് 2 കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ 2 കൂട്ടരും അത് പറയാതെ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. ഇവർക്ക് സ്ഥലം കൊടുത്ത സമയത്ത് കിച്ചുവിന് അന്ന് എന്നാ പ്രായമുണ്ട് ഇവർക്ക് സ്ഥലം കൊടുക്കുന്ന സമയത്ത്. ആ കൊച്ചൊരുമാതിരി ഇൻട്രോട്ടുമാതിരി ആരോടും മിണ്ടാതെ ഒരു മൂകമായിട്ട് എന്നാ ചോദിച്ചാലും തല കുലുക്കും. എന്നാ ചോദിച്ചാലും ഇങ്ങനെ അതിന് നോന്നൊരു മറുപടി എൻ്റെ വായി നന്നൊന്നും കേട്ടിട്ടില്ല. എന്നെ ചോദിച്ചാലും ഒരക്ഷരവും മിണ്ടിയല്ല, ഇങ്ങനെ തല കുലുക്കി മാത്രം നടക്കുന്ന ഒരു കൊച്ച്. ആ സമയത്ത് ആ കൊച്ചിനെ പറ്റി ആൾക്കാർ എന്നാ പറയുക, കുറേ ഫുഡ് കഴിക്കുന്ന കാര്യം പറയാനായിട്ടോ, അതോ പുറത്തുനിന്ന് അത് ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ? എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ, ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയാണ്. അവർക്ക് പുറത്തെ ഫുഡുകളാണ് കൂടുതൽ ഇഷ്ടം. അതങ്ങനെ കൊണ്ടുവരാതിരിക്കാൻ നോക്കേണ്ടത് വീട്ടിലെ അപ്പനും അമ്മയുമാണ്. അവരാണ് അങ്ങനെ കൊണ്ടുവരാതിരിക്കുക. അവരത് മേടിച്ച് കൊടുത്ത് കുഞ്ഞുങ്ങളെ അത് സപ്പോർട്ട് ചെയ്ത് വെച്ച് ഒരു സമയം കഴിയുമ്പം അവനിത് കഴിക്കുന്നു, അവനത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുഞ്ഞുങ്ങളെ തുടക്കം മുതലേ നല്ല രീതിക്ക് കൊണ്ടുവരേണ്ട മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അത് അതുങ്ങളെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു മോശം അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതുങ്ങളെ തള്ളിക്കളയുമല്ല ചെയ്യേണ്ടത്. ഇവർ നല്ലപോലെ നോക്കി എന്ന് പറഞ്ഞ് രേണു പറയുന്നുണ്ടല്ലോ, കിച്ചുവിനെ ഞാൻ നോക്കി, ഞാൻ നല്ല രീതിക്ക് നോക്കി, ഞാൻ അവൻ്റെ അമ്മയാണ്, എൻ്റെ ഋതുപ്പനൊക്കെ കൂടുതൽ സ്നേഹിച്ചു എന്ന് അങ്ങനെ ഒരു ബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും കിച്ചു തെറ്റായ വഴിക്ക് പോകുകയില്ലായിരുന്നു.
ഒരിക്കലും പോകുകയില്ല. അവൻ നേർവഴിക്ക് തന്നെ വന്നായിരുന്നേനെ. അവൻ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. സുധി പോയ സമയത്ത് അവൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത, രേണുവിന് ജോലിയില്ല, ഇവനൊരു ജോലിയില്ല, ഋതപ്പനെ എങ്ങനെ വളർത്തും, ഋതപ്പനെ എങ്ങനെ നോക്കും എന്നാണ് അവൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത. അത്രയും ഒരു മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കുഞ്ഞ് അത്രയും ഭയങ്കര മോശമായിട്ടൊരിതിലേക്ക് അവൻ എന്നാണ് ചെയ്ത് കൂട്ടിയിട്ടുള്ളതെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് കിച്ചുവിനെ പറ്റി മാത്രമേ ഉള്ളൂ വന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ഉള്ളൂ. കിച്ചുവിനെ പറ്റി മാത്രമേ ഒന്ന് പറഞ്ഞു. എത്രയോ പേര് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി ഞങ്ങൾ അവരുടെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാം, ഞങ്ങൾക്കറിയാം അവരുടെ കാര്യങ്ങൾ. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലത്. കാര്യം കുറേ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടുള്ളതാണ്. വീണ്ടും നമ്മൾ അവർ അന്നേരം കാണിക്കുന്ന കാര്യങ്ങളെടുത്ത് മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവരുടെ പൂർവ്വകാലം ചെറിഞ്ഞ് ഞാൻ പോകാൻ പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും പറയുന്നുണ്ടല്ലോ രേണുവിനെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ എന്തിനാണ് രേണു ബിഗ് ബോസിൽ പോയപ്പം ഈ തേഞ്ഞൊട്ടി എന്നുള്ളൊരു ഡയലോഗ് അടിച്ചത്? അതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതെടുത്ത് സജിനെടുത്ത് റിയാക്ട് ചെയ്തേനല്ലേ സജിനയുടെ പേര് കേസായത്? ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങെന്തോ നടക്കുമ്പോൾ ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു, കാര്യങ്ങൾ ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല? അത് വിട്ടുകൊടുക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ കിച്ചു തന്നെ കിച്ചുവിന്റെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചുവിന് കുറെ ദുർശീലങ്ങൾ ഉണ്ടായിരുന്നെന്നും കിച്ചു എന്നതാണ് ചെയ്തതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ എന്നതെങ്കിലും ഒരു സാധനം ആ ബൈക്കിൽ നിന്ന് കിട്ടിക്കാണും. അതുകൊണ്ടായിരിക്കും പോലീസുകാർ കൊടുക്കാതിരുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ബൈക്കല്ലേ അവിടെ ഉള്ളൂ, കിച്ചു പിടികിട്ടാപ്പുള്ളിയായിട്ടൊന്നും നടക്കുന്നൊന്നും ഇല്ലല്ലോ, ഇല്ലേ? അവർ കോടതി പോയി ഒരു ബൈക്ക് പോലീസ് പിടിച്ചു, അവിടുന്ന് നടന്ന് വീട്ടിൽ വന്നു. ഇതൊക്കെയാണോ വലിയ തെറ്റായിട്ട് കാണുന്നത്, വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നത്? അതൊക്കെയാണോ ആ വീട്ടിൽ നടന്നു വന്നു? അപ്പം അവർ കിച്ചുവിനെ അങ്ങനെ, ഒന്നാമത് ക്രിസ്മസ് ഒക്കെയാണ്, ഇപ്പോഴത്തെ പിള്ളേരെ നമുക്കറിയാം, അവരെന്നതൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതെന്നും അറിയാം. അവരുടെ പ്രായത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ വരുന്ന ഒരു കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരു കൂട്ടുകാർ കൂടി പോയി എന്നതിലും ഒന്ന് കാണിച്ചു പറ്റിപ്പോയി, അവിടുന്ന് പിഴയടച്ചു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നടന്ന് വീട്ടിൽ വന്നു എന്നൊക്കെ പറയാം. വീട്ടിലോട്ട് തന്നെയല്ലേ വന്നത്. അവർക്ക് അന്നേരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തില്ലായിരുന്നോ, മോനെ നീ ഇങ്ങനെ കാണിക്കരുത്, തെറ്റാണ്, നീ ഇത് മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്, നിന്റെ അച്ഛൻ്റെ പേര് നീ ചീത്തയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നതിലൊക്കെ പറഞ്ഞ് എന്നെ നേരെയാക്കി എടുക്കാമായിരുന്നല്ലോ. അതിനാവശ്യം കുറച്ച് സ്നേഹം മാത്രം മതിയായിരുന്നു. ആ വീട്ടിലുള്ള ഒരാളെങ്കിലും അതിനോട് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ആ കൊച്ചവിടെ ഇറങ്ങി പോകുക പോലും ചെയ്യത്തില്ലായിരുന്നു. അപ്പം അവനെ മനഃപൂർവ്വം ഒഴിവാക്കി പോകാൻ വേണ്ടി അവനോട് ഇത് കാണിച്ച് ഒരു ഇഷ്ടക്കേട് കാണിച്ചു. പിന്നെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അച്ഛൻ 2 പ്രാവശ്യം അങ്ങോട്ട് കണ്ടിട്ടുള്ളൂ കിച്ചുവിനെ. ഈ 2 പ്രാവശ്യം കണ്ട കിച്ചുവിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് ഈ സോഷ്യൽ മീഡിയ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ അച്ഛനെ ആരെങ്കിലും സ്ക്രൂ കയറ്റി വിട്ടിട്ടാണെന്നുള്ള കാര്യം ചിന്തിക്കുക. ഒന്നാമത് ഈ അച്ഛൻ്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയാം, അച്ഛൻ്റെതായ ഒരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാര്യത്തിലും. അച്ഛൻ്റെതായ ഒരു അഭിപ്രായം അച്ഛൻ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ കിടന്നങ്ങ് വായിക്ക് തോന്നി വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് റിയാക്ട് ചെയ്യുന്നവർക്കാണ് കുഴപ്പം. ഈ കഴിഞ്ഞ ദിവസത്തെ കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്നതൊക്കെയാണ് ഇതിനകത്ത് വന്നൊരു കൊച്ചു ചെറുക്കനെ പറ്റി അച്ഛൻ, അതൊക്കെ ഞാൻ പറയാം, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അച്ഛൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പാവം ചെയ്യാത്തൊരു കല്ലെറിയുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. ഇത്രയും പ്രായം കുറഞ്ഞൊരു കൊച്ച് ഇത്രയും കാര്യങ്ങൾ കാണിച്ച് രേണു സോഷ്യൽ മീഡിയ കാണിച്ചു കൂട്ടിയാണ് രേണുവിന് കിട്ടിയ നെഗറ്റീവ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനുശേഷം അവർക്ക് അസുഖം വന്ന് അറിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യർ അവരെടുത്ത് റിയാക്ട് ചെയ്യാനോ അവരെ പറ്റി ഒന്നും പറയാനോ ആരും നിന്നിട്ടില്ല. പക്ഷേ കമൻറ്റ് നല്ല രീതിക്ക് അവരുടെ ഐ ഡി തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം അവർ ആ വീഡിയോയിലൂടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. രാവിലെ പറയും കൈക്ക് വേദനയാണെന്ന് പറയും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ കൈ എടുത്തിട്ട് ആ കയ്യിലിട്ടേക്കുന്നൊരു കുലുക്കിയാണ് റീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് തന്നെയാണ് അതിൻ്റെ താഴെ ഒന്നിച്ച് കമൻറ്റ് ഇടുന്നത്, അല്ലാതെ വേറെ ആരുമല്ല കമൻറ്റ് ഇടുന്നത്. ഇങ്ങനെ ഈ രോഗം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഈ രോഗം ഒരു മനുഷ്യന് വരല്ലെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പോലും ഈ ഒരു അസുഖം വരല്ലെന്ന് പറയുന്നവരാണ്. കാര്യം ഈ ഒരു അസുഖം വന്നാൽ മനുഷ്യൻ ആദ്യമേ തന്നെ മാനസികമായിട്ട് തന്നെ ഇതായി പോകും. കാര്യം അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണിത്. എന്നിട്ട് അത് കയ്യിലിട്ടിച്ച് അത് കുലുക്കി കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കൈക്ക് ആ കൈ മാത്രമേ ഉള്ളൂ റീലിനകത്ത്. കാര്യം ഇപ്പുറത്തെ കൈ കാണിക്കുന്നില്ല.
ആ കൈ എവിടെയോ പോയേക്കുക, ഊട്ടി കൊടൈക്കനാൽ അങ്ങോട്ട് ആ കൈ പോയേക്കുക. ആ കൈ അവരുടെ വീട്ടിലേ ഇല്ല. ഈ ഒരു വയ്യാത്ത കൈ, ആ ഒട്ടിച്ചിട്ടേക്കുന്ന കൈ മാത്രം, ആ ഒരു ട്യൂബ് കിടക്കുന്നത്, ആ ട്യൂബ് കിടക്കുന്നത് മാത്രമുള്ളതാണ് കാണിക്കുന്നത്. ആ ട്യൂബ് ഇട്ട് കുലുക്കുക, ആ ട്യൂബിൽ ഇങ്ങനെ തട്ടുക, എന്നതൊക്കെ കാണിക്കുന്നത്. വരുന്നിട്ട് അതിന് വേദനയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ പറ്റിയും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അവർ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊന്നും ആരും പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ കിച്ചുവിനെ എടുത്ത് ഇത്രയും വിട്ട് ദ്രോഹിക്കരുത്. കാര്യം എന്നാന്ന് ചോദിച്ചാണ്ടല്ലോ, ആ ഒരു കൊച്ചാണ്. ഈ കഥ അറിയാതെ ആട്ടം കണ്ടേച്ച് നമ്മളെല്ലാവരും കിച്ചു എന്ന് പറയുന്ന കാര്യം, കിച്ചു ആവശ്യമില്ല സോഷ്യൽ മീഡിയ വന്ന് ആരും വലിച്ചു കയറാൻ വരുന്നില്ല. അവൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്ത് അവൻ്റെ വീഡിയോ തന്നെ ചെയ്തു പോകാൻ അവന് സമയമില്ല. അതുകൊണ്ട് അവൻ ആരും വലിച്ചു കയറാൻ നേരവും ഇല്ല. ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടി വെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റും അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് ഇത് തന്നെയാണ് കാര്യം. ബിഗ് ബോസ് സെലക്ട് ചെയ്തു എന്നൊരു തോന്നൽ ഇവർക്ക്. ഇതുവരെ സെലക്ട് ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതിലേക്ക് എന്തോ ഇതുണ്ടെന്ന് ചാൻസ് ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ സെലക്ട് ആയിട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അതാണ് ഇവരുടെ എല്ലാം പ്രശ്നം. ബിഗ് ബോസിലേക്ക് പോകുന്നു, അതിനുവേണ്ടി കുറേ ആൾക്കാർ ഇദ്ദേഹത്തെ മുൻനിർത്തി കരുക്കൾ നീക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഒരു ബിഷപ്പ് എന്ന് പറയുമ്പം ആൾക്കാരെല്ലാം അങ്ങ് വിശ്വസിക്കും എന്നാണ് ഇവർ കരുതിയത്. ഒരു പള്ളിയിൽ അച്ഛനല്ലേ പറയുന്നത്, അതിൽ സത്യങ്ങളുണ്ട് എന്നോർത്ത് ആ ഒരു വീട്ടമ്മ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കിച്ചു എന്നെ ചെയ്തു, കിച്ചു പെണ്ണ് പിടിച്ചോ? ഇല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യാത്ത കാര്യം ഞാൻ പറയത്തില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ട്. പിന്നെ എന്നതാണ് ചെയ്തതെന്ന് പറയുന്നത്. ഒരു അമ്മയുടെ അടുത്ത് ഒരു മകൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരമ്മ അങ്ങനെ നിന്ന് കൊടുത്തിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പെരുമാറാൻ വരത്തുള്ളൂ. പിന്നെ 2 വർഷം ആയി ആ ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നതെന്നാണ്. സുധി പോയതിന് ശേഷം നടന്ന സംഭവങ്ങളല്ലേ ഇത്. അപ്പോൾ ആ കുഞ്ഞ് ഏത് മാനസികാവസ്ഥയിലൂടെ പോയിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കുക. എത്രമാത്രം അത് മോശം അവസ്ഥയിലൂടെ പോയിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. അതിൻ്റെ അപ്പനും പോയി, അമ്മയും പോയി, ആരുമില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ ചേർത്ത്, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ വന്ന് അച്ഛൻ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ 1.5 ചേർത്ത് പിടിക്കൽ തന്നെയാണ് കേട്ടോ. കാര്യം അവനെപ്പറ്റി പറയാത്ത പല കാര്യങ്ങളും രഹസ്യങ്ങളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനെടുത്ത് അത് പുറത്തോട്ട് ഇട്ടാൽ നീ ഇവിടെ നിൽക്കില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത് ഒരുത്തനാണോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോയും ചെയ്ത് ഈ ജനങ്ങളുടെ എല്ലാം മുന്നിലൂടെ നടക്കുന്ന നിയമവും കാര്യങ്ങളൊന്നും ഇല്ലേ അവിടെ ഇപ്പോൾ ഒന്ന്? അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ബൈക്ക് അവിടെ പിടിച്ചു വെച്ച് അതെടുക്കുന്നില്ല, അതിന് തക്കതായ കാരണം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇറങ്ങി നടക്കുകയല്ലോ. നടക്കുമോ? പിന്നെ നിങ്ങൾ എന്നാത്തിനാണ് കിടന്ന് പറഞ്ഞത്? എനിക്കൊരിക്കലും ഇദ്ദേഹം ഒരു വൈദികനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ടോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട്. കാര്യം ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ശാന്തമായിട്ട് മനുഷ്യരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അത് അവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നതാണ് ഒരു വൈദികൻ എന്ന് പറഞ്ഞത്. ഒരിക്കലും ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ, അത് പ്രത്യേകിച്ച് അപ്പനും അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ, ഒരു അനാഥ കുഞ്ഞിനെ ഒരിക്കലും വലിച്ചു കയറാനിട്ട് കൊടുക്കുകയില്ല. ഒന്നത്. രണ്ടാമത്, ഒരു കാര്യം നമ്മൾ കൊടുത്താൽ വലത്ത് കൈ കൊടുക്കുന്ന കാര്യം ഇടത്ത് കൈ അറിയില്ലെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇത് ഇടത്ത് കൈ പറഞ്ഞു, വലത്ത് കൈ പറഞ്ഞു, ഈ നാട്ടിലുള്ളവർ എല്ലാ കൈകളും പറഞ്ഞു. അങ്ങനെയാണിത്. ഈ ഒരു വീഡിയോ തന്നെ അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം. എനിക്കതൊരു 50 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്, ഞാൻ സ്ഥലം കൊടുത്തു, അവിടെ വീട് വെച്ചു, ഞാൻ സ്ഥലം കൊടുത്തു. ഇത് മാത്രമേ കേൾക്കുള്ളൂ. ശ്രീതു പറഞ്ഞൊരു കാര്യമുണ്ട്, എരന്ന് മേടിച്ചാലും ദാനമായിട്ടൊന്നും മേടിക്കരുത്. പിച്ച എടുത്ത് നമ്മൾ നടന്ന് നമുക്ക് ആ പിച്ചക്കാശ് കിട്ടിയാലും ഒരു മനുഷ്യൻ ദാനമായിട്ട് എന്നാന്ന് പറഞ്ഞ് നമുക്ക് തന്നാൽ അത് മേടിക്കാൻ നിൽക്കരുത്. അത് ഈ പിച്ച എടുക്കുന്നതിന് അതിനേക്കാൾ അന്തസ്സുണ്ടെന്നാണ് വിളിക്കുക. കറക്റ്റാണ് ശ്രീതു പറഞ്ഞത്. ഇതുപോലെ ഇങ്ങനെ ഞാൻ കൊടുത്തു. കിച്ചുവിന് സത്യം പറഞ്ഞാൽ കിച്ചു ഇനി അതുകൊണ്ട് എടുക്കാൻ പോകില്ല, അതാണ് വേണ്ടത്. പോട്ടെ എന്ന് വെക്കണം. എന്നതിനാണ് ഈ നാണം കെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? അവിടെ താമസിക്കുവോ അവിടെ ജീവിക്കുവോ ആര് വേണമെങ്കിലും ചെയ്യട്ടെ. എന്നിട്ട് അത് രേണുവിൻ്റെ പേരിലേക്ക് കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് എഴുതി കൊടുക്കാനുള്ള കളിയാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബിഷപ്പ് പറയുന്നുണ്ട് അവരങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന്. ഈ കളികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്നതാണെന്നും ഉള്ളത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിലെ കൊച്ചിനെ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ കൊണ്ടുപോവാ, ഇത്രയ്ക്ക് വലിയ കാര്യമാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുപോവാ. ഇത് നിങ്ങൾ ഇപ്പോൾ വെടിവെക്കും എന്ന് പറയുന്നതല്ലാതെ അതിനകത്ത് തന്നെ ഉണ്ടയില്ലേ വെടിവെക്കാനായിട്ട്? അങ്ങ് വെടിവെക്ക്, ഓഡിയൻസ് അത് ഏറ്റെടുക്കട്ടെ, എന്താണെന്ന് മനസ്സിലാക്കട്ടെ, അവൻ എന്നാന്നുള്ള ആൾക്കാർ അറിയട്ടെ. പക്ഷെ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അപ്പുറം വേറൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതിനാണ് നിങ്ങൾ ഈ പറയും. നേരത്തെ മുതൽ ഇത് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് കിച്ചു വന്ന് അത് മൊത്തം അങ്ങ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ല. ആ വീട്ടിലെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മഹത്യയുടെ കാര്യം പറഞ്ഞാണ്. ആ ആത്മഹത്യയുടെ വീഡിയോ ഒരുത്തം കൊണ്ടുവന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ രേണു അടിപൊളി ഒരു റീല് വിട്ടു.
എന്നാൽ രേണു സാധാരണ ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ രേണു എടുത്ത് രേണുവിൻ്റെ അക്കൗണ്ടിലോട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന രേണു അത് പോസ്റ്റ് ചെയ്തിട്ടുമില്ല. വേറെ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുമില്ല. ഇങ്ങനൊരു സംഭവം നടന്നത് എന്നാ അവിടെ നടന്നാലും അറിയുന്ന ഒരു വ്യക്തിയാണ് സജീന. സജീന അവിടെ എല്ലാ പ്രശ്നം നടന്നാലും അറിയുന്ന ഒരു വ്യക്തിയാണ് സജീന. സജീന അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ സജീന അന്നേരം എടുത്ത് റിയാക്ട് ചെയ്യും. സജീന അനങ്ങിയിട്ടില്ല. പിന്നെ ഏതോ ഒരുത്തം വന്നിച്ച് അവൻ ഉള്ളവരുടെ എല്ലാം വെക്കിട്ട് കയറാൻ നടക്കുന്ന ഒരുത്തൻ അവൻ വന്നിച്ച് ഇങ്ങനെ അത് ഇവരുടെ അനുവാദത്തോടു കൂടി തന്നെയായിരിക്കും. അല്ല പിന്നെ അവരുടെ അങ്ങനെ ഒരു കാര്യം ഒരുത്തം വന്ന് പോസ്റ്റ് ചെയ്യുകയില്ല. അതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ കൂടിയ കൊച്ചിനെ കൊന്നുകളാം. അതാണ് ഏറ്റവും നല്ലത്. അതിന് ഇങ്ങനെ ചെറുതായിട്ട് കൊല്ലുന്നതിനേക്കാൾ നല്ലത് അതിന് ഒറ്റയടിക്കങ്ങ് തീർക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമാകും. ഒന്ന് ചിന്തിക്കാം. ഒരു കുരിശും കൈ പിടിച്ചോണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നോക്കണം. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നാലും അതിലെന്തെങ്കിലും സത്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ ഏത് പ്രായത്തിലാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തേ എന്നൊക്കെയാണ്. നമ്മുടെ ബൈബിളിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ധൂർത്തുപുത്തം തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിതാവ് എങ്ങനെയാണ് സ്വീകരിച്ചത്, അതൊക്കെ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു കൊച്ച് അതിൻ്റെ ഏതോ ഒരു പ്രായത്തിൽ അതിന് പറ്റിയൊരു തെറ്റുകൾ, ആ തെറ്റിലൂടെ അല്ലല്ലോ കൊച്ചിപ്പോൾ പോകുന്നത്. അവൻ ആ തെറ്റ് മാറ്റി അവൻ നല്ലതായിട്ട് മാന്യമായിട്ട് അവൻ ജോലിയെടുത്ത് അവൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ആരും പറ്റിച്ചല്ല അവൻ ജീവിക്കുന്നത്. ആരുടെയും കയ്യിൽ നിന്ന് അവൻ ഓസിനൊന്നും മേടിച്ചുമല്ല ജീവിക്കുന്നത്. അവൻ ജോലി ചെയ്ത് അവൻ അന്തസ്സായിട്ട് അവൻ മുന്നോട്ട് ജീവിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ അതിനെ വെറുതെ വിട്ടുകൂടെ, അതങ്ങ് ജീവിച്ച് പോട്ടെ. ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് കാണിച്ചായിരുന്നല്ലോ. അതൊക്കെ അവർക്കൊരു സമയത്ത് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞ് അച്ഛനെ തള്ളിക്കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി. അല്ലാതെ അതിനെപ്പറ്റി ഇനി ഒരുപാട് ചർച്ച ഒന്നും നടത്തേണ്ട കാര്യമില്ല. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.